ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് LDC, LGS, VFA. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്ച്വലി വരുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയെടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡീസൊക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉടനെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് SCRT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ പറയാമോ എന്ന് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കാര്യം കൂടെ പറയട്ടെ. ഡെയിലി ടെസ്റ്റ് സീരീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഡെയിലി ടെസ്റ്റ് സീരീസ് ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ ഓരോ ദിവസം പഠിക്കാൻ പറയും കൃത്യമായിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ക്വിസ് പോലെ നമ്മൾ അറിയും. അതിൽ അറ്റൻഡ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മളുടെ റാങ്ക് എത്രയാണ്, നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ 80 റുപ്പീസിനാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ സ്റ്റഡി പ്ലാനിൻ്റെ വീഡിയോയും ഞാൻ വേറെ ചെയ്യാം. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ആദ്യമേ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പാർട്ട് 1, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ പുതിയ എഡീഷൻ വെച്ചിട്ടാണ് പറയുന്നത്. SCRT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കേണ്ടത്. അത് പാർട്ട് 1 ആണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. കാരണം പാർട്ട് 2 ഇപ്പോൾ സമഗ്രയുടെ വെബ്സൈറ്റിലാണെങ്കിലും അവൈലബിൾ ആയിട്ടില്ല എല്ലാത്തിൻ്റെയും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട് 1 നല്ല രീതിയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം പാർട്ട് 2ൻ്റെ പറയുന്നതല്ലേ നല്ലത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഇതിൽ ഏതൊക്കെയാണ് ഓരോ ക്ലാസ്സുകളിലും പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് പ്രധാനമായും പഠിക്കേണ്ടത് എന്നുള്ളതാണ് പഠിക്കാൻ ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിത് ഈ പറയുന്ന പാഠഭാഗങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. മാത്രമല്ല ഈ പാഠഭാഗങ്ങൾ ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്സ്റ്റിൽ നിന്നാണ് എല്ലാം ചോദിച്ചിട്ടുള്ളത്. പാർട്ട് 1 നിന്നാണെങ്കിലും പാർട്ട് 2 നിന്നാണെങ്കിലും. ഓക്കെ, അപ്പോൾ ജനറലൈസ് ചെയ്ത് പാർട്ട് 2 എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം. കാരണം ചിലതിൻ്റെ വന്നിട്ടില്ല. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സെലക്ട് ചെയ്ത് പറയുന്നത്. ഒന്നാമത്തെ പാർട്ടിലെ ഏതൊക്കെ ഭാഗങ്ങൾ ഓരോ ക്ലാസ് ചെയ്തും നോക്കണം എന്നുള്ളത്. എല്ലാം ഒന്നും നോക്കണ്ട, നമുക്ക് വേണ്ടത് നോക്കിയാൽ മതി. ഓരോ ടെക്സ്റ്റും ഓരോ പാഠഭാഗവും നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനത്തെ രീതിയിൽ പഠിക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ക്ലാസ് പോലെയുള്ളതിലും പറഞ്ഞതാണ്. എന്ത് കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളത്. നമുക്കൊരു PSC ആസ്പിരൻ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്താൽ മതി. ഓക്കെ, ധാരാളം ചോദ്യങ്ങളാണ് SCRT പാഠഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെങ്കിൽ ഈ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വായിച്ച് നോക്കിയെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ ടെക്സ്റ്റ്, ന്യൂ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഴയ ടെക്സ്റ്റ് അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും പറയാൻ പറ്റില്ല. കാരണം ചിലതൊന്നും നമുക്ക് അവൈലബിൾ ആകില്ല. എന്നാലും എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ജസ്റ്റ് ക്ലാസ് പോലെയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് പഴയ ടെക്സ്റ്റിലെ ഏതൊക്കെ ഫാക്ട്സ് ആണ് നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് പോലെ ഞാൻ ചെയ്യാം. ബാക്കി ന്യൂ ടെക്സ്റ്റ് നമുക്ക് എന്തായാലും അവൈലബിൾ ആകും. നിങ്ങൾക്കാണെങ്കിലും സമഗ്രയുടെ വെബ്സൈറ്റിലാണെങ്കിലും അവൈലബിൾ ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാൻ പറ്റും. മറ്റേത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഓൾഡ് ടെക്സ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്തവർക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല അത്. അപ്പോൾ അതിൻ്റെ വേണ്ട കാര്യം മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 5ാം ക്ലാസ്സിലെ പാർട്ട് 1 ടെക്സ്റ്റിൽ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ചാപ്റ്റർ 3 തൊഴിൽ വൈവിധ്യങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതിൽ ഇപ്പോൾ ഈ ഒരു പാഠഭാഗം നോക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ കാണും. അതിലെല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അതിൽ ചില എക്സാക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്, അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. അല്ലാതെ അതിൽ ഫർദർ ഡീറ്റെയിൽസിലേക്ക് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ദെൻ ചാപ്റ്റർ 4 വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ. ഇതും അങ്ങനെ തന്നെ. അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പോർഷൻ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ നമ്മൾ A to Z കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട അതിലത്തെ. ദെൻ ചാപ്റ്റർ 5 വരയ്ക്കാം വായിക്കാം. ഇത് മാപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലും ധാരാളം കാര്യങ്ങൾ നമുക്ക് യൂഷ്വലി അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അറിയാത്ത എന്തെങ്കിലും അഡീഷണൽ ഫാക്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ദെൻ ചാപ്റ്റർ 6 ജനങ്ങളാൽ. ഒബ്വിയസ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിൽ കുറേയധികം എന്തായാലും അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇൻക്ലൂഡ് ചെയ്തിട്ട് 5ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാപ്റ്റർ 1 ഒറ്റയല്ല ഒരു ജീവിയും. ഓക്കെ, ദെൻ ചാപ്റ്റർ 2 വ്യാധികൾ പടരാതിരിക്കാൻ. ദെൻ ചാപ്റ്റർ 3 ജലം നിത്യജീവിതത്തിൽ. ചാപ്റ്റർ 4 ജീവനുള്ള വിത്തുകൾ. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചാപ്റ്റർ 1, 2, 4 എന്നൊക്കെ പറയുന്നത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പുതിയ ടെക്സ്റ്റിൽ നിന്ന് ധാരാളം ചോദിച്ചിട്ടുണ്ട് ഈ ബയോളജിയുടെ ഏരിയയിൽ നിന്ന്. ബയോളജിയൊക്കെ എന്തായാലും സയൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ആണെങ്കിലും ബേസിക് സയൻസ് ആണെങ്കിലും ഒക്കെ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ടെക്സ്റ്റിൽ കുറേയധികം ഫാക്ട്സ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതാരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ ടെക്സ്റ്റാണ് ആദ്യം പറയുന്നത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങൾ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവർത്തനങ്ങൾ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് എക്സാമ്പിൾസ്, ഡെയിലി ലൈഫിൽ കുറേ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 5ാം ക്ലാസ്സിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റിൽ ഈ പറയുന്ന സോഷ്യൽ സയൻസും ബേസിക് സയൻസും എന്ന് പറയുന്ന 2 വിഷയങ്ങളിൽ നിന്ന് നോക്കേണ്ടത്. ഇനി ഇത്
6ാം ക്ലാസ്സിലാണ് കേട്ടോ, 6th സ്റ്റാൻഡേർഡിലാണ്. പാർട്ട് 1 സോഷ്യൽ സയൻസ്. ഓക്കെ, സോഷ്യൽ സയൻസിൽ നിന്നുള്ളതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് ചാപ്റ്റർ 3 രാഷ്ട്രവും ഗവൺമെൻറ്റും എന്നുള്ളതാണ്. അത് ഒബ്വിയസ്ലി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കുറേയധികം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, എഗെയിൻ മാപ്പ് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലും അതെ, ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചാപ്റ്റർ 6 കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. ഈ 3 പാഠഭാഗങ്ങളാണ് പാർട്ട് 1 എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ വായിച്ചു നോക്കിയിട്ടാണ് പറയുന്നത്, മറ്റേതിലൊന്നും അത്ര ഫാക്ട്സ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന 3 പാഠഭാഗങ്ങൾ പാർട്ട് 1 നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൽ നിന്ന് ആദ്യം ഒന്ന് നോക്കുക. ഓക്കെ, വായിച്ചു തുടങ്ങുക. ദെൻ നമുക്ക് ബേസിക് സയൻസ് 6th സ്റ്റാൻഡേർഡ് പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് നോക്കേണ്ടത് ഒന്നാമത്തെ പാഠഭാഗം ആഹാരത്തിലൂടെ ആരോഗ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. പിന്നെ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറയുന്നത് ആക്ച്വലി മാഗ്നറ്റ് ബേസ് ചെയ്തിട്ട് ജസ്റ്റ് അതിലൊരു അൽനിക്കോനെ കുറിച്ച് പറയുന്നതൊന്നല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ നിവർന്ന് നിൽക്കാം, ചാപ്റ്റർ 3 നിവർന്ന് നിൽക്കാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എണ്ണം, അതുപോലെ തന്നെ ചില സന്ധികളൊക്കെ പറയുന്നത് അതിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഞാൻ വായിച്ചത് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഈ സന്ധികളൊക്കെ വരുമ്പോൾ വളരെയധികം സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, അതായത് ഓരോന്നും എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചാപ്റ്റർ 5 പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒബ്വിയസ്ലി കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നതാണത്. ഓക്കെ, കെമിസ്ട്രി എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണത്. കാരണം അതിൽ ഹോമോജിനസ് മിക്സ്ചർ, ഹെറ്ററോജിനസ് മിക്സ്ചർ, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം. കാരണം അതിൽ ആറ്റം, തന്മാത്ര, അതുപോലെ അങ്ങനത്തെ കുറേയധികം എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് ടെക്സ്റ്റിലുള്ള അതേ ഡെഫിനേഷനൊക്കെ തന്നെ നമുക്ക് തരുള്ളൂ എക്സാമിന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കണ്ട 2 ഉണ്ടല്ലോ, ഇത് രണ്ടും ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ പാർട്ട് 1 ബേസിക് സയൻസ് ചെയ്ത് ഇത്രയും നോക്കിയാൽ മതി. എന്തെങ്കിലും അഡീഷണൽസ് ഉണ്ട് എങ്കിൽ ഞാനത് പിന്നീട് പറയാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു പാഠഭാഗം. കാരണം ഓരോ എക്സാം കഴിയുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവർ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽസ് കണ്ടാൽ ഞാൻ പറയാം പിന്നീട്. നെക്സ്റ്റ് 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പാർട്ട് 1 സോഷ്യൽ സയൻസിൽ നിന്ന് നോക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 7ാം ക്ലാസ്സിലെ പാഠഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. OAക്കൊക്കെ ചോദിച്ചത് ഇതിൽ നിന്നൊക്കെയാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. ദെൻ ചാപ്റ്റർ 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളും എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ചാപ്റ്റർ 5 നമ്മുടെ ഭൂമി, ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളതാണിത്. ഓക്കെ, ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദെൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇത് അത്യാവശ്യം അതിനെക്കുറിച്ച്, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുള്ളതാണ്, ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. ദെൻ ചാപ്റ്റർ 7 ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം അത് ഇക്കണോമിക്സിൻ്റെ ഒരു ഏരിയയിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത്രയും പാഠഭാഗങ്ങളാണ് 7ാം ക്ലാസ്സിൽ പാർട്ട് 1 സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അഗൈൻ പറയുന്നു, പാർട്ട് 1 ടെക്സ്റ്റിൻ്റെയാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് 7th സ്റ്റാൻഡേർഡിലെ തന്നെ ബേസിക് സയൻസ് പാർട്ട് 1 ടെക്സ്റ്റിൽ ഏതൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയുടെ ഏരിയയിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ വിളയിക്കാം, നൂറുമേനി എന്നുള്ളത് നോക്കേണ്ടതാണ്. ദെൻ ചാപ്റ്റർ 2 ആസിഡുകളും ബേസുകളും, ഒബ്വിയസ്ലി കെമിസ്ട്രിയുടെ ഒരു ഭാഗത്തു നിന്ന് വരുന്നതാണ്, ഇത് ബയോളജി റിലേറ്റഡ് ആണ്. ദെൻ വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്നത് ആക്ച്വലി ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി 3rd ചാപ്റ്റർ. പക്ഷേ ഇതിൽ അത്ര കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് അറിയാവുന്ന മിയറായിട്ടുള്ള ഫാക്ട്സേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. അതായത് സാധാരണ എന്താണ് വൈദ്യുതി, എന്താണ് സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട്, അതുപോലെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ്, റീചാർജബിൾ, അതുപോലെ നോൺ റീചാർജബിൾ, പിന്നെ വൈദ്യുതി ഏതൊക്കെ ടൈപ്പ്, താപവൈദ്യുതി, അങ്ങനത്തെ ജസ്റ്റ് മിയർ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സേ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ഡെപ്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വൈദ്യുതി തന്നെ ഏതൊക്കെ തരത്തിലുണ്ട്, അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് ആവശ്യം വരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കി വിടാം നിങ്ങൾക്ക്. ദെൻ പ്രകാശം പ്രതിപദിക്കുമ്പോൾ ചാപ്റ്റർ 4. ദെൻ ചാപ്റ്റർ 5 മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ഇതാണ് 7ാമത്തെ ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് 5, 6,
7 ക്ലാസ്സുകളിലെ പാർട്ട് 1 ടെക്സ്റ്റിൻ്റെ സോഷ്യൽ സയൻസും ബേസിക് സയൻസിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ട പാഠഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ശേഷിക്കുന്നത് 8, 9, 10 ക്ലാസ്സുകളിലെ SCERT പാഠഭാഗങ്ങളാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം 8ൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സെലക്റ്റീവായിട്ട് ഇപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലുള്ളത് മാറ്റാം, അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിനും ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്. കുറേയധികം പാഠഭാഗങ്ങൾ ഞാൻ ഒറ്റ വീഡിയോയിൽ ഇത്രയും പാർട്ട് 1 നോക്കണം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ 5, 6, 7 മുതലായ ക്ലാസ്സുകളിലെ പറഞ്ഞതാണ്. കാരണം ഇത് സെലക്റ്റീവാണ്. നമുക്ക് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു മാറ്റി പറയാൻ പറ്റും ഏതൊക്കെയാണെന്നുള്ളത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. പുതിയ ടെക്സ്റ്റ് വെച്ചിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ന്യൂ SCERT വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഓൾഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് മാത്രമായിട്ടൊരു ക്ലാസ് പോലെ ചെയ്യാം. ഓക്കെ, ഓൾഡ് എല്ലാവർക്കും അവൈലബിൾ ആകണമെന്നില്ല. ഇത് നിങ്ങൾക്ക് സമഗ്രയുടെ വെബ്സൈറ്റിൽ കിട്ടും. പാർട്ട് 1 ആദ്യം ഫോക്കസ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് 2 എന്ന് പറയുന്നത് എല്ലാം അവൈലബിൾ ആയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആദ്യം ഒരു സെറ്റ് ഓഫ് SCERT മനസ്സിലാക്കി എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പഠനം പിന്നീട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റഡി പ്ലാനിൽ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സ്റ്റഡി പ്ലാനിൽ എങ്ങനെ ചെയ്യാം SCERT കവറേജ്, അതുപോലെ തന്നെ സിലബസ് കവറേജ്, ടോപ്പിക് വൈസ് എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് സ്റ്റഡി പ്ലാനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം 5, 6, 7ൻ്റെ ഏതൊക്കെയാണ് പാഠഭാഗങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് NCERTയുടെയും വേണം ചില കാര്യങ്ങൾ, എസ്പെഷ്യലി IT പോലുള്ള ഏരിയാസ്. അതുപോലെ ഇപ്പോൾ കൂടുതലായിട്ടും കേരള ഗവേണൻസിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സ്പെസിഫിക് ആയിട്ട് NCERT സെപ്പറേറ്റ് പറയാം. ആദ്യം നമ്മൾ SCERT ചെറുതിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം വ്യക്തമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ചിട്ട് അടുത്തതിലേക്ക് കിടക്കുന്നതാണ് നല്ലത്. എന്തായാലും നമുക്ക് ടൈമുണ്ട്, കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഓടിപ്പടഞ്ഞ് എല്ലാം തീർക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് പഠിക്കുന്നത് എന്തോ അത് കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോഴേ പഠിച്ചു പോകുന്ന രീതിയിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞു, ഓക്കെ, ഞാനത് കണ്ടു കേട്ടോ. അപ്പോൾ സന്തോഷം. കാരണം നമുക്ക് ഒരുമിച്ച് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. ഡെയിലി നമുക്കൊരു അനാലിസിസ് കിട്ടുന്നത് നല്ലതല്ലേ. ഓക്കെ, നമ്മൾ എന്ത് ദിവസം പഠിക്കുന്നു അത് എത്രത്തോളം നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ. നമ്മളൊരു ചോദ്യം കാണുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാവുക. ഓ, ഇതെനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം അതിൽ നിന്ന് വരാല്ലേ എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിൽ ഡെയിലി പറയുന്നതിന് ഞാൻ SCERT ഇൻക്ലൂഡ് ചെയ്യും, ഒബ്വിയസ്ലി NCERT പാഠഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, ഇംഗ്ലീഷ് മലയാളം വൊക്കാബ് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, എക്സെപ്റ്റ് മാത്സ് ഞാൻ പറയല്ലോ. മാത്സ് നിങ്ങൾ മാക്സിമം ജെറിൻ സാറിൻ്റെ കാണുന്നതാണ് നല്ലത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബേസിക് നന്നായിട്ട് കിട്ടും. അദ്ദേഹം ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് വൃത്തിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹൗ ടു സോൾവ് എ പ്രോബ്ലം ഈസിലി എന്നുള്ളത് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മൾ പഠിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത്. ഓക്കെ, നിങ്ങളതിപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, അതിനുള്ളൊരു ഔട്ട്ലൈനാണ് ഞാൻ തരുന്നത്. ഓക്കെ, എനിക്കറിയാവുന്ന ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള SCERT പാഠഭാഗങ്ങളും NCERT ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ നിങ്ങൾക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. കുറേയധികം ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഭയങ്കര മെസ്സായിട്ട് തോന്നും. ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് പറയാമല്ലോ. അപ്പോൾ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അതായത് 5, 6, 7 ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇനി 5, 6, 7 ഒക്കെ ഓൾറെഡി വായിച്ച് സെറ്റായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ഒമിറ്റ് ചെയ്തിട്ട് കൂടുതലും 8, 9, 10 ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് 5, 6, 7 അങ്ങനെ നോക്കുന്നതാണ് നല്ലത്. കാരണം ആ ക്ലാസ്സുകളിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, എസ്പെഷ്യലി 7th സ്റ്റാൻഡേർഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.